എൻ്റെ പൊന്നാര ചങ്കുകളെ, നിങ്ങൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം പെൺപിള്ള പറഞ്ഞു നമുക്ക് ഇരുമ്പുളി കുറച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇരുമ്പുളി ഇങ്ങനെ മഴയൊക്കെ ആയാലും ചാടി ചീഞ്ഞ് കൂടും. അപ്പോൾ അതാണ് എന്നാൽ പിന്നെ പറിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഐഡിയ നോക്കിയപ്പോൾ എന്നാൽ അങ്ങനെ അച്ചാറിടാം നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അച്ചാറിടാക്കാന്ന് വെച്ചു. അങ്ങനെ ഇരുമ്പുളിയുടെ പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കുവാണ്. പിന്നെ കൊണ്ടുപോയി കഴുകി വാരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരി എടുക്കണോട്ടോ. കാരണം ഈ മരത്തെ കിടന്നിട്ടേ ഒക്കെ ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ കഴുകി വാരി എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാലും തലയും കണ്ടിക്കണല്ലോ. വാലും തലയും കണ്ടിക്കുകയാണ്. വാലും തലയും കണ്ടിച്ച് അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ നാലായിട്ട് കീറി അച്ചാറിടാമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയാണ്. ചില ആൾക്കാർക്ക് ഈ വട്ടത്തിലൊക്കെ അരിഞ്ഞ് അച്ചാറിടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നാലായിട്ട് കീറി അങ്ങനെ അച്ചാറിടാം എന്നിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നാലായിട്ട് കീറി റെഡിയാക്കി എടുത്ത് അങ്ങനെ ഇരുമ്പുളിയൊക്കെ റെഡിയാക്കി എടുത്ത് നാലായിട്ട് കീറി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചതിലേക്ക് ഉപ്പിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പോയി അടപ്പത്ത് ഉരുളിയൊക്കെ വെച്ച് നല്ല ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നല്ലെണ്ണ ഊറ്റി കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇടുന്നത് ഉലുവയാണ്. ഉലുവ ഇട്ട് മൂപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി മറ്റേ മുളക് നല്ല തിളപ്പിച്ച വെള്ളം ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് മസാല കറക്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളത് ചെയ്ത് കൊടുക്കും. അത് വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ പുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നോമ്പൊക്കെ ആയിരുന്നേ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും കളയണ്ടല്ലോ എന്ന് ഓർത്തട്ടോ. അങ്ങനെ അച്ചാറിൻ്റെ ഇങ്ങനെ ഇളക്കി എല്ലാം റെഡിയാക്കി ഇളക്കി ഇങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കട്ടോ അച്ചാർ എങ്ങനെ ഇടുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബായ്.